Hello all, iPlus training solution പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. First question, the multiplying factor is applied to obtain the maximum daily water demand in relation to the average, that is per capita daily demand is. അതായത് മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡിനെ ഇൻ ടേംസ് ഓഫ് ആവറേജ് ഡെയിലി ഡിമാൻഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാക്ടർ ഏതാണ്? മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലൈങ് ഫാക്ടർ എന്ന് പറയുന്നത് 1.8 ആണ്. മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് ഇൻ റിലേഷൻ ടു ആവറേജ് എന്ന് പറയുന്നത് ഏതാണ്? 1.8 ആണ്. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചത് മാക്സിമം അവർലി ഡിമാൻഡ് ആണെങ്കിൽ അവിടെ വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. അതായത് മാക്സിമം അവർലി ഡിമാൻഡ് ഇൻ ടേംസ് ഓഫ് ആവറേജ് ഡെയിലി ഡിമാൻഡ് ആണെങ്കിൽ ആ മൾട്ടിപ്ലൈങ് ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് 1.8 ആണ്. Second question, the total water requirement of a city is generally assessed on the basis of, അതായത് the total draft അല്ലെങ്കിൽ total water requirement of a city-നെ നമ്മൾ എന്തിൻ്റെ പേരിലാണ് അസസ് ചെയ്യുന്നത്? Maximum hourly demand, maximum daily demand plus fire demand, average daily demand plus fire demand, or greater of A and B. അപ്പം the total draft അല്ലെങ്കിൽ total water requirement of a city എന്ന് പറയുന്നത് നമ്മൾ ബേസ് ചെയ്യുന്നത് greater of എന്താണ്? Greater of maximum hourly demand or maximum daily demand plus fire demand. ഇത് രണ്ടിൽ ഏതാണോ വലിയ വാല്യൂ ആ വാല്യൂ ആയിരിക്കും നമ്മൾ എപ്പോഴും ടോട്ടൽ ഡ്രാഫ്റ്റ് ഓഫ് എ സിറ്റി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത്. അതിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡിന് ഒരു പേരുണ്ട്. അതിനെ നമ്മൾ കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മാക്സിമം അവർലി ഡിമാൻഡ് ഓർ കോയിൻസിഡൻ്റ് ഡ്രാഫ്റ്റിനെ കാണത്തുള്ളൂ. ഈ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ് എന്ന് കാണത്തില്ല. അപ്പം ഗ്രേറ്റർ ഓഫ് എ ആൻഡ് ബി ഇതിൽ ഏതാണോ ഗ്രേറ്റർ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ വാട്ടർ റിക്വയർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. മാക്സിമം അവർലി ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്, ആ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡിനെ നമ്മൾ കോയിൻസിഡൻ്റ് ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അതിൽ ഏതാണോ ഗ്രേറ്റർ വാല്യൂ ആ വാല്യൂവിനെയാണ് നമ്മൾ ടോട്ടൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് എ സിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the suitable method for forecasting population of a young and rapid developing city. Young and rapid developing city എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് young and rapid developing city. young and rapid developing city ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന suitable method എന്ന് പറയുന്നത് എന്താണ്? ജോമെട്രിക് മീൻ മെത്തേഡാണ്. ക്വസ്റ്റ്യനിൽ യങ് ആൻഡ് റാപ്പിഡ് ഡെവലപ്പിംഗ് സിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ ഫോർകാസ്റ്റിംഗ് പോപ്പുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ മെത്തേഡാണ്. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഓൾഡ് സിറ്റീസ് ആണ്. ഓൾഡ് ആൻഡ് ലാർജ് സിറ്റീസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ്. ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓൾഡ് ആൻഡ് ഡെവലപ്ഡ് സിറ്റീസിന് യൂസ് ചെയ്ത മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? യങ് ആൻഡ് റാപ്പിഡ് ഡെവലപ്പിംഗ് സിറ്റി. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കുക. ഓൾഡ് ആൻഡ് ലാർജ് സിറ്റീസ് വിച്ച് ഈസ് ഓൾറെഡി ഡെവലപ്ഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ മെത്തേഡും, യങ് ആൻഡ് റാപ്പിഡ് ഡെവലപ്പിംഗ് സിറ്റി എന്ന് ചോദിച്ചാൽ അത് ജോമെട്രിക് മീൻ മെത്തേഡുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an infiltration gallery is a tube with horizontal lamps, a horizontal well under the ground surface, an artesian well, or a shallow well. A infiltration gallery എന്ന് പറയുന്നത് എന്താണ്? a horizontal well under the ground surface. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ വെൽ എന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ടണൽ എന്ന് പറയും. അതായത് ഹൊറിസോണ്ടൽ ടണൽ, അതായത് നമ്മുടെ ഗ്രൗണ്ട് സർഫസിനകത്ത് ഉള്ള ഒരു ഹൊറിസോണ്ടൽ ടണൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സർഫസിനെയാണ്, അതായത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറൊക്കെ അതിനകത്തോട്ട് എന്താണ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന ഒരു വെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫിൽട്രേഷൻ ഗാലറി അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ വെൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടണൽ എന്ന് പറയും.
Next question, a well consisting of RCC ring placed on a curve sunk in the beds of a river is called. അപ്പം ഈ ക്വസ്റ്റ്യനും മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യനും തമ്മിൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അതായത് എലോങ് ദ റിവർ ബെഡിൽ നമ്മൾ കൊടുക്കുന്ന വെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഇൻഫിൽട്രേഷൻ വെല്ലാണ്. അപ്പോൾ ഓപ്ഷൻസ് ഇൻഫിൽട്രേഷൻ വെല്ലുണ്ട്, ജാഗ് വെല്ലുണ്ട്, ഡീപ്പ് വെല്ലുണ്ട്, ആർട്ടീഷ്യൻ വെല്ലുണ്ട്. അപ്പം നമ്മൾ എന്താണ്? It is a shallow well which is constructed along the series along the banks of a river. ഒരു റിവർ ബാങ്കിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്ന വെൽ എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ വെല്ലാണ്. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ വെല്ലാണ്. അപ്പം അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. രണ്ടും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക, തെറ്റിപ്പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ട്യൂബ് വെൽ ഇൻ ഇന്ത്യ ഈസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി ടൈപ്പ് ഓഫ് ട്യൂബ് വെൽ ഏതാണെന്നാണ്. ക്യാവിറ്റി ടൈപ്പ് ഉണ്ട്, സ്ട്രെയിനർ ടൈപ്പ് ഉണ്ട്, സ്ലോട്ടർ ടൈപ്പ് ഉണ്ട് ആൻഡ് പെർഫറേറ്റഡ് പൈപ്പ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ട്യൂബ് വെൽ എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രെയിനർ ടൈപ്പാണ്. അത് തെറ്റരുത്. സ്ട്രെയിനർ ടൈപ്പും സ്ലോട്ടർ ടൈപ്പും തമ്മിൽ തിരിയരുത്. കോമൺലി യൂസ്ഡ് ട്യൂബ് വെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഇൻ വാട്ടർ ഈസ് കോസ്ഡ് ബൈ. നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാം ബൈ യൂസിങ് എന്താണ്? ബോയിലിംഗ്, അതുപോലെ തന്നെ അഡീഷൻ ഓഫ് ലൈം. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ അതിൽ ലൈം സോഡ പ്രോസസ്സ്, അതുപോലെ തന്നെ സിയോലൈറ്റ് പ്രോസസ്സ്, അഡീഷൻ ഓഫ് ലൈം, അങ്ങനെയൊക്കെയുള്ള ഡീമിനറലൈസേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ ഈസ് കോസ്ഡ് ബൈ, എന്ത് കാരണമാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആൻഡ് നൈട്രേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ടെമ്പററി ഹാർഡ്നെസ് ഈസ് caused due to bicarbonate of calcium and magnesium. ഇനി ഇവിടെ പെർമനന്റ് ഹാർഡ്നെസ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നതെങ്കിൽ പെർമനന്റ് ഹാർഡ്നെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, ക്ലോറൈഡ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആൻഡ് നൈട്രേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അപ്പോൾ പെർമനന്റ് ഹാർഡ്നെസ്സിൻ്റെ പെർമനന്റ് ഹാർഡ്നെസ്സിനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ്: സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്സ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ടെമ്പററി ഹാർഡ്നെസ് ആണ്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ ഹെൽപ്പ് ഇൻ നോയിങ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓർഗാനിക് മാറ്റർ, ഇനോർഗാനിക് മാറ്റർ, ഡിസോൾവ്ഡ് സോൾട്ട് ആൻഡ് നൺ ഓഫ് ദിസ്. അതായത് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് എന്താണ്? ഡിസോൾവ്ഡ് സോൾട്ട് അല്ലെങ്കിൽ ഡിസോൾവ്ഡ് സോളിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ഡൈ അയോണിക് വാട്ടർ ടെസ്റ്റ് മെത്തേഡ്. ഡൈ അയോണിക് വാട്ടർ ടെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് കൺസിസ്റ്റ് ഓഫ്. ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബാക്ടീരിയ, അയൺ, സിൽട്ട് ആൻഡ് ഫംഗൈ. ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് അയൺ ആൻഡ് ക്ലോറിൻ. അയൺ ആൻഡ് ക്ലോറിനാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അയൺ ആൻഡ് ക്ലോറിൻ രണ്ട് ഓപ്ഷൻസ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ മേ ബി അയണിന് പകരം ക്ലോറിൻ ആണെങ്കിൽ അത് എഴുതുക. അപ്പോൾ ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് അത് അയൺ അല്ലെങ്കിൽ ക്ലോറിൻ ആണ്. Next question, the efficiency of sediment removal in a continuous sedimentation tank does not depend the discharge through the tank, width of the tank, length of the tank and depth of the tank. അപ്പോൾ എഫിഷ്യൻസി ഓഫ് സെഡിമെന്റ് ടാങ്ക് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് സെഡിമെന്റൽ ടാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓവർഫ്ലോ റേറ്റ്. ഓവർഫ്ലോ റേറ്റിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ എഫിഷ്യൻസി ഓഫ് സെഡിമെന്റ് ടാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവർഫ്ലോ റേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? V0 ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ B ഇൻറ്റു L ആണ്.
അപ്പോൾ ഇവിടെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഉണ്ട്, ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഉണ്ട്, എൽ എന്ന് പറയുന്നത് ലെങ്ത് ഉണ്ട്. അപ്പം എഫിഷ്യൻസി ഓഫ് സെഡിമെന്റ് റിമൂവൽ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. ഇപ്പം ഇതിലില്ലാത്ത ഫാക്ടർ ഏതാണ്? ഡെപ്ത് ഓഫ് ദ ടാങ്ക് ആണ്. അപ്പം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓവർഫ്ലോ റേറ്റിനെയാണ്. ഓവർഫ്ലോ റേറ്റിന്റെ ഇക്വേഷൻ V0 = Q / BL ആണ്. അതിലില്ലാത്ത ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് ഓഫ് ദ ടാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഡെപ്ത് ഓഫ് ദ ടാങ്ക്. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, V0 = Q / BL ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if water in a sedimentation tank is increased, the sedimentation speed will increase, decrease, sometimes increase and sometimes decrease and remains unaffected. അതായത് നമ്മളുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സെഡിമെന്റേഷൻ ടാങ്കിന്റെ സ്പീഡിന് എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചറും അപ്പോൾ സെഡിമെന്റേഷൻ സ്പീഡും തമ്മിലുള്ള എന്താണ് ഇക്വേഷൻ നമ്മൾ അറിയണം. അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ. അപ്പോൾ സ്റ്റോക്സ് ലോയിൽ സെറ്റ്ലിംഗ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ടെമ്പറേച്ചർ ഇൻ റിലേഷൻ വിത്ത് ടെമ്പറേച്ചറിന് സെറ്റ്ലിംഗ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് Vs = 418 into G minus 1 into D² into 3T plus 7D divided by 100. ഇതാണ് നമ്മളുടെ സെറ്റ്ലിംഗ് വെലോസിറ്റി ഇൻ റിലേഷൻ വിത്ത് ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ. 418 into G minus 1 into D² into 3T plus 70 by 100. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവും ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് ചെയ്യും? വെലോസിറ്റിയും ഇൻക്രീസസ് ആണ് അല്ലേ? അപ്പം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സെഡിമെന്റേഷൻ ടാങ്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തോ ചെയ്യും? കൂടും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. അപ്പം എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചാൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വെലോസിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെഡിമെന്റേഷൻ സ്പീഡും കൂടും. നമ്മളതിനെ പറയുന്ന ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ വെലോസിറ്റി ഇക്വേഷൻ വെച്ചിട്ടാണ്, സെറ്റ്ലിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാരിഫോക്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൊയാഗുലേഷൻ സെഡിമെന്റേഷൻ യൂണിറ്റ് ആണ്. ഓർത്തിരിക്കുക, clarificator is a coagulation sedimentation unit. Next one is pressure filters are used for urban water supply, rural water supply, groundwater and swimming pools. Pressure filters നമ്മൾ mainly യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സ്വിമ്മിംഗ് പൂൾസ് ആണ്. റൂറൽ വാട്ടർ സപ്ലൈ എന്നൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പക്ഷേ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്വിമ്മിംഗ് പൂൾസിലാണ് നമ്മൾ പ്രഷർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. Next question, rapid sand filters remove bacteria to as much as. റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സും ഉണ്ട്, സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സും ഉണ്ട്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 to 90% ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ടീരിയൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 to 90% ആണ്. ഇനി സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ബാക്ടീരിയൽ എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ അത് 98 to 99 ആണ്. സ്ലോ സാൻഡ് റാപ്പിഡ് ഫിൽറ്റേഴ്സ്, സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ എഫിഷ്യൻസി, ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 98 to 99% ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 80 to 90% ആണ്. Next question is the treatment of water with bleaching powder is known as. അതായത് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ളതാണ്. ഡിസിൻഫെക്ഷൻ യൂസിങ് ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിനെ നമ്മൾ എന്ത് പ്രോസസ്സ്, ആ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് ഹൈപ്പോക്ലോറിനേഷൻ എന്നാണ്. അതായത് ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ വിത്ത് ബ്ലീച്ചിങ് പൗഡറിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഹൈപ്പോക്ലോറിനേഷൻ ആണ്. ഇനി ഹൈപ്പോക്ലോറിനേഷൻ്റെ പ്രോസസ്സിനകത്ത് ക്ലോറിൻ്റെ കണ്ടന്റ് എത്രയാണ്, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിനകത്ത് ക്ലോറിൻ്റെ കണ്ടന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 30 to 35% ആണ്. 30 to 35% ആണ് നമ്മളുടെ ക്ലോറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. to 35%. പ്രീ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഫിൽട്രേഷന് മുമ്പ് നടത്തുന്ന ക്ലോറിനേഷൻ മെത്തേഡ് ആണെങ്കിൽ പ്രീ ക്ലോറിനേഷൻ, ആഫ്റ്റർ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോറിനേഷൻ നടത്തുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറയും. ഇനി ഡീ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് ക്ലോറിൻ ഉണ്ടെങ്കിൽ ആ എക്സസ് ക്ലോറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ വിത്ത് ബ്ലീച്ചിങ് പൗഡർ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറിനേഷൻ ആണ്.
Next one is, which of the following chemical compound can be used for dechlorination of water? Dechlorination എന്ന് പറഞ്ഞാൽ excess chlorine remove ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഡീക്ലോറിനേറ്റിംഗ് ഏജന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഡീക്ലോറിനേറ്റിംഗ് ഏജന്റ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ബ്ലീച്ചിങ് പൗഡർ, ക്ലോറാമൈൻസ്. ഇതിൽ ഡീക്ലോറിനേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. Next question is, the time of contact of chlorination should be at least 5 minutes, 20 minutes, 1 hour and 2 hours. അപ്പോൾ ടൈം ഓഫ് കോണ്ടാക്ട് ഫോർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 20 to 30 മിനിറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലിവിടെ 20 മിനിറ്റ്സ് ആണ് ലോവർ ആയിട്ട് അതിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ആൻസർ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ്. Next question, the distribution layout in which a large number of score valve required is. Score valve എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പൈപ്പിനെയൊക്കെ ഡ്രെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇംപ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിനെ ഡ്രെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാൽവിനെയാണ് സ്കോർ വാൽവ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളത് ഡെഡ് എൻഡുകളുള്ള പൈപ്പുകളിലാണ് എന്ത് ചെയ്യുന്നത്, സ്കോർ വാൽവുകൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ലേഔട്ട് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് സ്കോർ വാൽവ് ഏതിനാണ് വേണ്ടത്, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഡെഡ് എൻഡ് സിസ്റ്റത്തിനാണ് വേണ്ടത്. നമുക്കറിയാം പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഡെഡ് എൻഡ് സിസ്റ്റം ഉണ്ട്, ഗ്രിഡ് അയൺ ഉണ്ട്, റേഡിയൽ ഉണ്ട്, റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ സ്കോർ വാൽവ് കൂടുതലും ഡെഡ് എൻഡുകളിലാണ് യൂസ് ചെയ്യുന്നത്, ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻസ്പെക്ഷനും റിപ്പയറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്കോർ വാൽവുകളുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്, ഡെഡ് എൻഡ് സിസ്റ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം റെസിഡുവൽ പ്രഷർ ഫോർ എ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഈസ്. ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന്റെ മിനിമം പ്രഷർ എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്, 7 മീറ്റർ ആണ് ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മിനിമം റെസിഡുവൽ പ്രഷർ. ഇനി ഒരു ഡബിൾ സ്റ്റോറി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, ഡബിൾ സ്റ്റോറി ആണെങ്കിൽ ഇറ്റ് ഈസ് 12 മീറ്റർ ആൻഡ് 3 സ്റ്റോറീഡ് ആണെങ്കിൽ അത് 70 മീറ്റർ ആണ്. അതായത് 5 കൂട്ടി പോകുക എന്നുള്ളതാണ്. സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ 7, ഡബിൾ സ്റ്റോറി ആണെങ്കിൽ 12 ആൻഡ് 3 സ്റ്റോറി ആണെങ്കിൽ എത്രയാണ്, 70. 5 ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്തെന്ന് മിനിമം റെസിഡുവൽ പ്രഷർ കിട്ടുന്നത്. Next question, the suitable layout for a water supply distribution system for a city of road of rectangular pattern. ഒരു റെക്ടാങ്കുലർ പാറ്റേണിലുള്ള ഒരു സിറ്റീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേഔട്ട് ഓഫ് വാട്ടർ സപ്ലൈ ഏതാണെന്നാണ് ഡെഡ് എൻഡ് സിസ്റ്റം, ഗ്രിഡ് അയൺ സിസ്റ്റം, റിംഗ് സിസ്റ്റം ആൻഡ് റേഡിയൽ സിസ്റ്റം. അപ്പം ഒരു റെക്ടാങ്കുലർ പാറ്റേൺ ഉള്ള റോഡിന് അല്ലെങ്കിൽ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള റോഡുള്ള ഒരു സിറ്റീസിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേഔട്ട് എന്ന് പറയുന്നത് അത് ഗ്രിഡ് അയൺ സിസ്റ്റമാണ്. ഓർത്തിരിക്കുക, സിറ്റീസ് ഓഫ് റോഡ് ഓഫ് റെക്ടാങ്കുലർ പാറ്റേൺ അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് സിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഗ്രിഡ് അയൺ സിസ്റ്റമാണ്. Check valves are used for. Next question എന്ന് പറയുന്നത് check valves are used for at a submit point to prevent the backflow at a dead end at a junction of main and branch pipe ആണ്. അപ്പോൾ ചെക്ക് വാൽവ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ് റിഫ്ലക്സ് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്സ് എന്ന് പറയാനുണ്ട്. ദേ ആർ യൂസ്ഡ് ടു ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഉള്ളി, അതായത് വെള്ളത്തിനെ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം വിടുന്ന വാൽവ്സിനെയാണ് നമ്മൾ ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ വെള്ളത്തിനെ കടത്തി വിടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബാക്ക് ഫ്ലോ എന്ത് ചെയ്യാനാണ്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് വാൽവ് യൂസ് ചെയ്യുന്നത്. ചെക്ക് വാൽവിന്റെ മറ്റു പേരുകൾ ഓർത്തിരിക്കുക, റിഫ്ലക്സ് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്. Next question, a sewer in which receives the discharge from a number of independent houses. Number of independent houses-ൽ നിന്ന് റിസീവ് ചെയ്യുന്ന സീവറിനെ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ലാറ്ററൽ സീവർ. ലാറ്ററൽ സീവർ അല്ലെങ്കിൽ അതിനെ നമ്മൾ ബ്രാഞ്ച് സീവർ എന്ന് പറയാറുണ്ട്. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഹൗസസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സീവേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാറ്ററൽ സീവർ എന്ന് പറയുന്നത്. ഹൗസ് സീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇമീഡിയറ്റ് പോയിന്റ് ഓഫ് ഡിസ്പോസൽ വരെ കൊണ്ടുപോകുന്ന സീവേഴ്സിനെയാണ് നമ്മൾ ഹൗസ് സീവർ എന്ന് പറയുന്നത്. Next question, when a rainy season is confined to a few months like that in India, the preferred sewerage system would be. നമ്മുടെ ഇന്ത്യ പോലുള്ള അതായത് കുറച്ച് മാസങ്ങളിൽ മാത്രം മഴ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയിൽ ഏത് ടൈപ്പ് ഓഫ് സിവറേജ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സെപ്പറേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾ മോർ കോമൺലി യൂസ് ചെയ്യുന്ന സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത് സെപ്പറേറ്റ് സിസ്റ്റമാണ്. Next one, the minimum and maximum diameter of sewers generally adopted in the design may be. അപ്പോൾ നമ്മൾ ഡിസൈൻ ഓഫ് സീവേഴ്സിൽ മിനിമം ആൻഡ് മാക്സിമം ഡയമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് 15 സെൻറ്റിമീറ്റർ ആയിരിക്കും മിനിമം, ആൻഡ് മാക്സിമം എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ ആണ്. അതാണ് മിനിമം ആൻഡ് മാക്സിമം ഡയമീറ്റർ ഓഫ് സീവർ എന്ന് പറയുന്നത്.
Next question, a sieve has to carry a large discharge. The shape of the sieve which has good stability for the above purposes. അതായത് ഒരു ലാർജ് ഡിസ്ചാർജ് ആണ് ക്യാരി ചെയ്യേണ്ടതെങ്കിൽ ഏത് ഷേപ്പ് ഓഫ് സീവർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ലാർജ് ഡിസ്ചാർജിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഹോഴ്സ് ആൻഡ് ഷൂ ഷേപ്പ് ആണ്. ഹോഴ്സ് ആൻഡ് ഷൂ ഷേപ്പ് ആണ് മോർ ഡിസ്ചാർജ് ക്യാരി ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റ് ടൈപ്പ് സിസ്റ്റത്തിൽ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പൈൻഡ് സിസ്റ്റത്തിൽ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് എക്സ് ഷേപ്പാണ് കമ്പൈൻഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ലാർജ് ഡിസ്ചാർജ് വേണ്ട കാര്യത്തിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഹോഴ്സ് ആൻഡ് ഷൂ ഷേപ്പ് ആയിരിക്കും. Next question, the specific gravity of sievage is. Specific gravity of sievage എന്ന് പറയുന്നത് എപ്പോഴും slightly greater than എന്തായിരിക്കും? 1 ആയിരിക്കും. Sievageന്റെ specific gravity എപ്പോഴും greater than 1 ആണ്. The standard 5-day BOD at 20 degrees Celsius when compared to ultimate BOD is about. നമുക്കറിയാം BOD എന്ന് പറഞ്ഞാൽ എന്താണ്? The amount of oxygen required for the biological decomposition of biodegradable organic matter under aerobic condition ആണ് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് സ്റ്റാൻഡേർഡ് 5-day BOD ആണ് സാധാരണ എടുക്കുന്നത്. അതെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് BODയുടെ എത്രയാണ്? 68% ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന 5-day BOD എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ ഓർത്തിരിക്കുക. ചിലപ്പോൾ ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 20 degree Celsius ആണ്. Next question, the graph between the amount of organic matter left in sewage and time elapsed in days is linear, parallel to time axis, exponential and none of these. എപ്പോഴും organic matter leftum time elapsed തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ്. അപ്പം എപ്പോഴും ഓർഗാനിക് മാറ്റർ ലെഫ്റ്റും അതുപോലെ ടൈം ഇലാപ്സ്ഡും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ്. ആൻസർ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ. Next question, the correct relationship between theoretical oxygen demand, biochemical oxygen demand and chemical oxygen demand is given by. അപ്പം തിയോറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അതുപോലെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇത് തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എപ്പോഴും തിയോറിറ്റിക്കൽ അല്ലെങ്കിൽ ടോട്ടൽ ഓക്സിജൻ ഡിമാൻഡ് ആയിരിക്കും. അതിനുശേഷം കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓഫ് ബോത്ത് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ്. അപ്പോൾ രണ്ടിനെയും ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ BOD-യേക്കാളും എപ്പോഴും കൂടുതൽ COD ആയിരിക്കും. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് തിയോറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഏറ്റവും ഹയസ്റ്റ്, അത് കഴിഞ്ഞിട്ട് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അത് കഴിയുമ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഈ റിലേഷൻസ് ഓർത്ത് വയ്ക്കുക. Next question, the treatment in grit chamber is, it's a primary treatment, preliminary treatment, secondary treatment or tertiary treatment. Grit chamber അതുപോലെ സ്ക്രീനിങ് അതുപോലെ സ്കിമ്മിങ് ടാങ്ക് ഇവരെല്ലാവരും എന്താണ്? പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ്. പ്രൈമറിയും പ്രിലിമിനറിയും തമ്മിൽ തെറ്റിപ്പോകരുത്. ഗ്രിറ്റ് ചേമ്പർ എന്ന് പറയുന്നത് നമ്മൾ സാൻഡും ഗ്രിറ്റും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതും സ്ക്രീനിങ്ങും സ്കിമ്മിങ് ടാങ്കും ഇവരെല്ലാം ഏതിൽ വരുന്നതാണ്? പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നതാണ്. അതുപോലെ ഗ്രിറ്റ് ചേമ്പറിൻ്റെ ഡിറ്റൻഷൻ ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1 minute ആണെന്ന് ഓർത്തിരിക്കുക. Next question, the average normal efficiency of BOD removal in Imhoff tank is. Imhoff ടാങ്കിനകത്ത് വരുന്ന ആവറേജ് എന്താണ്? നോർമൽ എഫിഷ്യൻസി ഓഫ് BOD എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എത്രയാണ്? 30% ആണ്. Imhoff ടാങ്കിലെ BOD റിമൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30% ആണ്. Next question, the detention period in a septic tank is in the order of 2 to 6 hours, 2 to 4 hours, 12 to 36 hours and 4 to 8 hours. അപ്പം സെപ്റ്റിക് ടാങ്കിൻ്റെ ഡിറ്റൻഷൻ ടൈം അല്ലെങ്കിൽ ഡിറ്റൻഷൻ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 12 to 36 hours ആണ്. ആവറേജ് 24 hours നമ്മൾ പറയും, പക്ഷേ ഒരു ഇതിൽ പറയുമ്പോൾ 12 to 36 hours ആണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, സെപ്റ്റിക് ടാങ്കിൻ്റെ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. Next question, what is the percentage of activated sludge mixed with the sewage in primary settling tank? Primary settling tankil നമ്മൾ എത്ര പെർസെൻറ്റേജ് ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 to 40% ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. സീവേജിനകത്ത് മിക്സ് ചെയ്യുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20 to 40% ആണ്. Next question, the activated sludge treatment plant are normally preferred for
town and smaller cities, medium sized cities, large sized cities and all of them. നമ്മൾ എപ്പോഴും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എപ്പോഴും ലാർജ് സൈസ്ഡ് സിറ്റീസ് ആണ്. അതായത് മോസ്റ്റ് കോമൺലി നമ്മളിപ്പോൾ ലാർജ് സിറ്റീസിനെല്ലാം യൂസ് ചെയ്യുന്നത് ഏതാണ്? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് ലാർജ് സൈസ്ഡ് സിറ്റീസിനാണ് കോമൺലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. Next one, for normal sludge, the value of sludge index for Indian condition is, അതായത് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് നമ്മുടെ നോർമൽ കണ്ടീഷനിൽ എത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വോളിയം ഒക്കുപ്പൈഡ് ഇൻ മില്ലി ലിറ്റർ ബൈ 1 gram of solid after a settling of എത്രയാണ്? 30 minutes ആണ്. അപ്പം ആ 30 minutes, അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ലിറ്റർ പെർ എന്താണ്? ഗ്രാം ആണ്. ഇവിടെ യൂണിറ്റ് കൊടുത്തിട്ടില്ല. ഇൻ കേസ് എപ്പോഴെങ്കിലും യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ മില്ലി ലിറ്റർ പെർ ഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്? സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 50 to 150 ആണ് എന്തെന്ന്? സ്ലഡ്ജ് വോളിയം ഇൻഡെക്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് which of the following impurities are removed in trickling filter process? അപ്പോൾ trickling filter പ്രോസസ്സിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഏതാണ്? ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റർ ആണ്. നമുക്ക് ചിലപ്പം ഓർഗാനിക് മാറ്റർ ആണെന്ന് അറിയാം, പക്ഷേ അത് സസ്പെൻഡഡ് ഓർഗാനിക് മാറ്റർ ആണോ ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റർ ആണോ എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്ററിനെയാണ് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്സ് വഴി റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലഡ്ജ് ഫ്രം സെക്കൻഡറി സെപ്റ്റിക് ടാങ്ക് ഇൻ എ ട്രിക്ലിംഗ് ഫിൽറ്റർ ഈസ് കോൾഡ്, അതായത് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നിന്ന് വരുന്ന സെക്കൻഡറി സ്ലഡ്ജിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഹ്യൂമസ്. അത് ഓർത്തിരിക്കുക, ഹ്യൂമസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ലഡ്ജ് ഫ്രം സെക്കൻഡറി സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് കമ്മിങ് ഔട്ട് ഫ്രം എ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ഈസ് methane only, carbon dioxide, 70% methane and 30% carbon dioxide, 30% methane and 70% carbon dioxide. അപ്പം സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ നിന്ന് വരുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു അനേറോബിക് കണ്ടീഷനാണ് അല്ലേ? അപ്പം അനേറോബിക് കണ്ടീഷനിൽ വരുന്ന ഗ്യാസസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 70% മീഥെയ്ൻ ആൻഡ് 30% കാർബൺ ഡയോക്സൈഡ്. അതായത് പെർസെൻറ്റേജും ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഏത് ഗ്യാസാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മീഥെയ്ൻ ആണ്. സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം അനേറോബിക് കണ്ടീഷനിൽ ഈ ഗ്യാസസ് മാത്രമല്ല, കുറച്ച് 2-3 ഗ്യാസസും കൂടെ ഉണ്ട്. അതായത് പിന്നെ വരുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് H2S, അതുപോലെ തന്നെ NH3, അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡും അമോണിയ. ഈ ഗ്യാസസും എന്താണ്? ദ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ മീഥെയ്ൻ, അത് കഴിഞ്ഞിട്ട് കാർബൺ ഡയോക്സൈഡ്, പിന്നെ H2S ആൻഡ് NH3. അപ്പം ഈ ഗ്യാസസുകളാണ് എന്തെന്ന് പറയുന്നത്? സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ നിന്ന് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പം പെർസെൻറ്റേജും ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഗ്യാസസ് എന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലഡ്ജ് ഡൈജഷൻ ഈസ് ഡൺ ബൈ ദ ഫോളോയിങ് ബാക്ടീരിയ. അതിപ്പോൾ നേരത്തെ ക്വസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി. സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറയുന്നത് എയറോബിക് ആണോ, അനേറോബിക് ആണോ, ഫാക്യുലേറ്റീവ് ആണോ, പാത്തോജനിക് ആണോ? എയറോബിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജനിൽ നടക്കുന്ന കണ്ടീഷനെയാണ് എയറോബിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അനേറോബിക് എന്ന് പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. ഫാക്യുലേറ്റീവ് എന്ന് പറയുന്നത് എയറോബിക്കും അനേറോബിക്കും ആകാം. ആൻഡ് പാത്തോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് കോസിങ് ബാക്ടീരിയകളാണ് അല്ലേ? അപ്പോൾ സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയ ആണ് ചെയ്യുന്നത്? അനേറോബിക് ബാക്ടീരിയ ആണ് ചെയ്യുന്നത്. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണ് എന്തുണ്ടാവുന്നത്? സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത്. Next question, the two-chambered tank in which the upper one is used for sedimentation and the lower for digestion is, അതായത് two-chambered tank, അത് മുകളിൽ എന്താണ് സെഡിമെന്റേഷനും താഴെ ഡൈജഷനും നടക്കുന്ന two-chambered tank ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എന്താണ്? ഇംഹോഫ് ടാങ്ക് ആണ്. ഇംഹോഫ് ടാങ്ക് ആണ് two-chambered tank എന്ന് പറയുന്നത്. അപ്പം സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, ഡിട്രസ് ടാങ്ക് ഉണ്ട്, സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ട്. ചിലപ്പോൾ ഇംഹോഫ് ടാങ്കും സെപ്റ്റിക് ടാങ്കും തമ്മിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, പക്ഷേ ഇംഹോഫ് ടാങ്ക് ആണ് two-chambered tank എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പർ വണ്ണിൽ എന്താണ്? എയ്റോബിക് കണ്ടീഷനിലും ലോവർ വണ്ണിൽ അനീറോബിക് കണ്ടീഷനും നടക്കുന്ന ടാങ്ക് ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസറും എന്ത് തന്നെയാണ്? ഇംഹോഫ് ടാങ്ക് ആണ്. അപ്പം അതായത് സെഡിമെന്റേഷൻ ആയതുകൊണ്ട് മുകളിൽ എയ്റോബിക് കണ്ടീഷനിലും അതുപോലെ തന്നെ ലോവറിൽ ഡൈജഷൻ ആയതുകൊണ്ട് അനീറോബിക് കണ്ടീഷനും ആയിരിക്കും. അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. Next question, the rate of sludge accumulation in a septic tank is generally of the order of, അതായത് ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന സ്ലഡ്ജ് റിമൂവൽ അല്ലെങ്കിൽ സ്ലഡ്ജ് അക്യുമുലേഷൻ്റെ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ്
30 liters per person per year. ഒരു വർഷം ഒരാളിൽ നിന്ന് 30 liters ആണ് എന്താ സ്ലഡ്ജ് അക്യുമുലേഷൻ്റെ റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദ റേറ്റ് ഓഫ് സ്ലഡ്ജ് അക്യുമുലേഷൻ ഫ്രം എ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 30 liters per person per year എന്നുള്ളതാണ്. Next one, the function of algae in an oxidation pond is to എന്താണ് function of algae എന്ന് ചോദിച്ചാൽ it provide oxygen for ബാക്ടീരിയ ടു ഡിഗ്രേഡ് ഓർഗാനിക് മാറ്റർ. അതായത് ആൽഗയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് കൊടുക്കുക? ഓക്സിജൻ കൊടുക്കുക. ബാക്ടീരിയകൾക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക ടു ഡിഗ്രേഡ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഓക്സിഡേഷൻ പോണ്ടിലുള്ള ഫംഗ്ഷൻ ഓഫ് ആൽഗയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആൽഗയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the sewage can generally be disposed of without any specific treatment in a water body if the dilution water available is. അതായത് നമുക്ക് ഒരിക്കലും സീവേജിനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ കൺസിഡർ ചെയ്ത ഫാക്ടറിനെയാണ് നമ്മൾ ഡയലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയലൂഷൻ ഫാക്ടറിൻ്റെ റേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ്ലി നമുക്ക് അതായത് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഡയറക്റ്റ്ലി നമുക്ക് സീവേജ് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഡയലൂഷൻ ഫാക്ടർ എത്രയായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡയലൂഷൻ ഫാക്ടർ മോർ ദാൻ 500 ആണെങ്കിൽ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, സീവേജിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് ഡയലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ലെസ് ദാൻ 150 ആണെങ്കിൽ നമ്മൾ ഓൾ ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി ഡൺ. എല്ലാ ട്രീറ്റ്മെൻറ്റും നടത്തിയിട്ട് മാത്രമേ നമുക്ക് സീവേജിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മോർ ദാൻ 150 ആണോ മോർ ദാൻ 500 ആണോ എന്ന് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും. മോർ ദാൻ 500 അതായത് ഡയലൂഷൻ ഫാക്ടർ കൂടുന്നതാണ് എപ്പോഴും നല്ലത്. കൂടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. ലെസ് ദാൻ 150 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഡയലൂഷൻ ഫാക്ടറിൽ നിന്നുള്ള എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ചാൽ. അതുപോലെ ഓരോ റേഞ്ചിൽ വരുമ്പോഴും ചോദ്യങ്ങളുണ്ട്. അതായത് ബിറ്റ്വീൻ 150 to 300 വരുമ്പോൾ, അതുപോലെ തന്നെ 300 to 500 വരുമ്പോൾ ഏതൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളതും നമ്മൾ നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് കമ്പയർഡ് ടു റിവർ വാട്ടർ, സീ വാട്ടർ കണ്ടെയ്ൻ 10% less oxygen, 20% less oxygen, 10% more oxygen and 20% more oxygen. അതായത് റിവർ വാട്ടറിനെ കൺസിഡർ ചെയ്യുമ്പോൾ സീ വാട്ടറിന് 20% ലെസ് ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. ആസ് കമ്പയർഡ് ടു റിവർ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ സീ വാട്ടർ കണ്ടെയ്നിങ് 20% ലെസ് ഓക്സിജൻ. നെക്സ്റ്റ് വൺ, എയറോബിക് മെത്തേഡ് ഓഫ് കോമ്പോസ്റ്റിംഗ് പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ ഈസ് കോൾഡ്. അതായത് നമ്മുടെ കോമ്പോസ്റ്റിംഗ് മെത്തേഡ്, അതായത് സ്ലഡ്ജിനെ നമ്മൾ കോമ്പോസ്റ്റ് ചെയ്യുന്ന മെത്തേഡിൽ എയറോബിക് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ മെത്തേഡ്, നാഗ്പൂർ മെത്തേഡ്, ഡൽഹി മെത്തേഡ് ആൻഡ് ഇൻഡോർ മെത്തേഡ്. ഇതിൽ നമുക്ക് എയറോബിക് മെത്തേഡ് ഓഫ് കോമ്പോസ്റ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്, ഇൻഡോർ മെത്തേഡാണ്. അതേസമയം അനേറോബിക് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബാംഗ്ലൂർ മെത്തേഡാണ്. അതായത് അനേറോബിക് കണ്ടീഷൻസിൽ നമ്മൾ കമ്പോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂർ മെത്തേഡാണ്. ഇവിടെ എയറോബിക് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. എയറോബിക് മെത്തേഡ് ഇൻഡോർ മെത്തേഡാണ്. ഇൻഡോർ മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനുവൽ മെത്തേഡാണ്. അതേസമയം ബാംഗ്ലൂർ മെത്തേഡ് എന്ന് പറയുന്നത് മാനുവൽ മെത്തേഡ് അല്ല. അതാണ് മോർ ക്ലീൻ ആൻഡ് ടൈഡി, അല്ലെങ്കിൽ മോർ ഹൈജീൻ മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് ത്രൂ ഔട്ട് ദ കൺട്രി, അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റീസ് ഒക്കെ എടുക്കുന്ന ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബാംഗ്ലൂർ മെത്തേഡ് ആണ്. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ മെത്തേഡാണ്. അതുപോലെ അനേറോബിക് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ മെത്തേഡാണ്. എയറോബിക് മെത്തേഡാണ് ഇൻഡോർ മെത്തേഡ്. അത് കുറച്ചും കൂടെ അൺഹൈജീൻ ആയിട്ടുള്ള മെത്തേഡാണ്. Next question, the quantity if refuse produced in an average Indian city or a town is in the order of, അതായത് ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവറേജ് റെഫ്യൂസസ് അല്ലെങ്കിൽ വേസ്റ്റ് ഏതിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഇൻ ദ ഓർഡർ ഓഫ് 0.5 to 0.8 കിലോഗ്രാം പെർ ക്യാപിറ്റ പെർ ഡേ. ഒരാൾ ഒരു ദിവസം 0.5 to 0.8 കിലോഗ്രാം റെഫ്യൂസ് എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന കണക്കെന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക, 0.5 to 0.8 കിലോഗ്രാം പെർ ക്യാപിറ്റ. അതായത് എത്രയാണ് ക്വാണ്ടിറ്റി റെഫ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവറേജ് ഇന്ത്യൻ സിറ്റി, ഒരു സിറ്റിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഫ്യൂസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് 0.5 to 0.8 കിലോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എയർ പൊല്യൂഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
The most significant gaseous air pollutants carbon dioxide, oxygen, sulfur dioxide and nitrogen. അപ്പോൾ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് gaseous air pollutant എന്ന് പറയുന്നത് എന്താണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. Next question, the electrostatic precipitates remove sulfur dioxide, particulate matter, methane and carbon monoxide. അപ്പോൾ electrostatic precipitates are used to remove എന്താണ്? particulate matter. particulate matter remove ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ electrostatic precipitators യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻറ്റ് ഗേഷ്യസ് പൊല്യൂട്ടൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ആസിഡ് റെയിൻസ് ആർ. ആസിഡ് റെയിൻസിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എന്താണ്? SO2 ആൻഡ് NO3. സൾഫർ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേഷ്യസ് എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്, ആസിഡ് റെയിൻസ് കോസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ഗേഷ്യസ് ആസ് വെൽ ആസ് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ട് ഇൻ ആൻ ഇൻഡസ്ട്രിയൽ എമിഷൻ ഈസ് നോൺ ആസ് സ്പ്രേ ടവേഴ്സ്, സൈക്ലോണിക് സെപ്പറേറ്റേഴ്സ്, ഫാബ്രിക് ഫിൽറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റ്സ്. അതായത് എന്താണ്? ഗേഷ്യസ് പൊല്യൂട്ടൻസിനെ അതുപോലെ തന്നെ പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ രണ്ടിനെ ഒരേപോലെ റിമൂവ് ചെയ്യാൻ കഴിവുള്ള ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പ്രേ ടവേഴ്സ്. സ്പ്രേ ടവേഴ്സ് ആണ് രണ്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കുക, ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്